ഹായ് വെൽക്കം ടു ഓട്ടോ സ്പേസ്. നമ്മുടെ KTM-ൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള എന്നാൽ ഏറ്റവും കൂടുതൽ സെയിലും ഉള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് KTM Duke 250. ഒരു 2 to 3 km/h/ലിറ്റർ കുറവാണെങ്കിലും ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ബട്ട് ഇറ്റ് ഓഫേഴ്സ് മച്ച് മോർ. അപ്പോൾ ഇതിലായാൽ കൂടി തന്നെ അലുമിനിയം സുഞ്ഞാമാണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 90% ഒരു യൂസ് ചെയ്യുന്ന അലോയ്സ് ഓർ അലുമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ വണ്ടിയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് ബിപിൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ബിപിൻ എന്താണ് പറയും? ഇത് വരുമ്പോൾ നമ്മുടെ ന്യൂ ജനറേഷനാണ്. ഡ്യൂക്കിൻ്റെ ജനറേഷൻ 3 ആണ് ഇത് വരുന്നത്. നൗ ആദ്യം വന്ന ഡ്യൂക്കിൻ്റെ 390 ജനറേഷൻ 3 അപ്ഡേറ്റ്. ദെൻ 250 വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഷെയർ ചെയ്യുന്ന ഈ ഡ്യൂക്ക് 390 250 ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 1290 ഇൻസ്പിറേഷൻ ഡിസൈനിലാണ് വരുന്നത്. ഇതിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 98% ന്യൂ എന്നാണ് കമ്പനിയെ ക്ലെയിം ചെയ്യുന്നത്. അതായത് ന്യൂ ഫ്രെയിം, ന്യൂ ഷാസി, ന്യൂ ഡിസൈൻ, ന്യൂ എലമെൻറ്റ്സ്, എവറിത്തിങ് ഈസ് ന്യൂ. ഇന്ത്യയിൽ ന്യൂ, നോട്ട് ഇൻ നമ്മുടെ ഓസ്ട്രിയ. ഇത് ഇന്ത്യയിലായിട്ട് ഫുള്ളി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിനിൽ വരുമ്പം തന്നെ നമുക്കിപ്പം ഫ്രെയിമിൻ്റെ ഒരു പാർട്ട് സബ് ഫ്രെയിം വരുമ്പോൾ അലുമിനിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. പ്രസ്ഡ് അലുമിനിയം ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരാൻ നേരത്തെ ഈ ഒരു ലൈറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു 1290 ഇൻസ്പയർഡ് ചെയ്ത ലൈറ്റ് DRLs കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾ LED ലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ കളർ TFT ഓൾവേസ് നമ്മുടെ Duke 200 കണ്ട പോലെ കളർ TFT ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാങ്ക് എക്സ്റ്റൻഷനും കുറച്ചും കൂടെ കാണുമ്പോൾ ഒരു മാസീവ് ഒരു ബൾക്കി ഫീൽ വരുന്നുണ്ട്. ഇറ്റ് ഫീൽസ് പ്രീമിയം ദാൻ നമ്മളെ 200-നെ കാട്ടി കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു മെഷീനാണ് നമ്മുടെ Duke 250. പക്ഷേ നോട്ട് സോ എക്സ്പെൻസീവ് ആസ് 390. അതാണ് KTM ഉദ്ദേശിക്കുന്നത്. എവരി വൺ ഹാസ് ഡ്രീംസ് ടു ടേക്ക് 390, ബട്ട് എവരി വൺ കനോട്ട് ആക്സസ്, നോട്ട് ബിക്കോസ് ഓഫ് ദ മണി, മെയിൻ്റനൻസ്, സർവീസ് കോസ്റ്റ്. ഒരു ബിഗർ മെഷീൻ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കുറേ കാര്യങ്ങൾ കുറേ കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിരിക്കത്തില്ല. സോ ദേ കീപ്പ് ഇറ്റ് ഇൻ ചെക്ക്. അതുകൊണ്ടാണ് അവർ 250 ഈ ഒരു മോഡലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ആൾട്ടറേഷൻ വന്നപ്പം മെയിൻലി നമുക്ക് ഡിസ്കിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്. ഡ്യൂക്ക് 200-ൽ 300 ആയിരുന്നെങ്കിൽ ഇതിൽ വീണ്ടും ബിഗർ കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ബ്രേക്കിങ്ങിന് വേണ്ടി 320mm ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. വൈബയുടെ 4 പീസും കാലിപ്പേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. റിയറിൽ വരുമ്പോൾ 230mm ഡിസ്കിന് പകരമായിട്ട് ഇപ്പോൾ 240mm ബിഗർ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആംഗുലർ ഡിസൈനാണ് വണ്ടിയിലുള്ളത്. അതായത് അഗ്രസീവ്നെസ്, നമുക്ക് KTM-ൻ്റെ അഗ്രസീവ്നെസ് അറിയാമല്ലോ, ഓൾറെഡി നമുക്ക് നോൺ ആണ്. അതിൻ്റെ കുറച്ചും കൂടെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് ഈ ഒരു മോഡൽ. പിന്നെ ടാങ്ക് കപ്പാസിറ്റി പഴയ ഡ്യൂക്ക് ജനറേഷൻ 250 പഴയ ഡ്യൂക്ക് 250 നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ 15 ലിറ്ററായി, പണ്ടത്തെ 13 ലിറ്ററേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ സീറ്റ് ഹൈറ്റ് ഇപ്പം കമ്പാരിറ്റീവ്ലി കുറച്ചിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ നമ്മൾ ഇന്ത്യയിൽ അധികം കണ്ടുവന്നിട്ടില്ല, ഓഫ് സിറ്റി സസ്പെൻഷൻ. ഇതൊക്കെ നമുക്ക് പ്രീമിയം ഫീച്ചർ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന 1290 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ അന്ന് പറ്റുള്ളായിരുന്നു. ഇപ്പം നമുക്കിത് ആക്സസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു സ്റ്റേജ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഹാസ് ഗ്രോൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വിംഗ് ഒരു എല്ലാം നമ്മുടെ KTM-ൽ മിക്ക വണ്ടികളും മെറ്റൽ പാർട്സ് കുറവാണ്. അപ്പോൾ ഇതിലായാൽ കൂടി തന്നെ അലുമിനിയം സുഞ്ഞാമാണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയത്തിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 90% ഒരു യൂസ് ചെയ്യുന്ന അലോയ്സ് ഓർ അലുമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എഞ്ചിൻ കമ്പോണൻറ്റ് ഉൾപ്പെടെ. ഓക്കെ, ഇതിൽ ഈ ഒരു എഞ്ചിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പഴയ നമ്മുടെ Duke 250 വരുന്ന ഒരു DHC എഞ്ചിൻ ടൈപ്പിലായിരുന്നു. അതിപ്പോൾ അവർ മാറിയിട്ടുണ്ട്. മെയിൻലി നമുക്കൊരു എഫിഷ്യൻസി ഫിഗേഴ്സ് മാറ്റാനായിട്ട്, പിന്നെ എഞ്ചിൻ്റെ വെയിറ്റ് റിഡക്ഷൻ ചെയ്യാനായിട്ടാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന എഞ്ചിൻ SOSC ആണ്, അതായത് സിംഗിൾ ഓവർഹെഡ് ക്യാം എന്ന് പറയും. DHC ആകുമ്പോൾ ഡ്യുവൽ ഓവർഹെഡ് ക്യാം. അതിൽ തന്നെ എഞ്ചിനിൽ ലൈറ്റർ വെയിറ്റ് ആയതുകൊണ്ട് വണ്ടി കുറച്ചും കൂടെ പെപ്പിയാണ്. പവർ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. നമുക്ക് പഴയ ജനറേഷൻ ഓൾമോസ്റ്റ് 30 bhp ഇപ്പോൾ 31 മാറി. 24.5 ആയിരുന്നു എണ്ണം വരുന്നത്. വണ്ടി ഇപ്പം 25 മാറിയിട്ടുണ്ട്. അപ്പം അത്രയും കുറച്ചും കൂടെ വണ്ടി സ്പോർട്ടി ആയിട്ടുണ്ട്. യെറ്റ് പഴയ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ പഴയ വണ്ടിക്ക് ഡ്രൈവബിലിറ്റി ഇച്ചിരി ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. ഹയർ ഗിയേഴ്സ് ലോവർ സ്പീഡ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു സസ്പെൻഷൻ ഓഫ്സെറ്റ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് ഒരു ബിഗ്ഗർ എയർ ബോക്സ് നമ്മുടെ ടാങ്കിനടിയിലായിട്ട് അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഗ്രണ്ട്, അതായത് എയർ ഇൻടേക്കിൽ ലോവർ RPM കൂടുതലാണ്. അപ്പം വണ്ടി കുറച്ചും കൂടെ സ്മൂത്തായി ലോവർ RPMs.
നമുക്കൊരു 50 km/h ഒരു 60 ഗിയറിൽ ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകും, ട്രാഫിക് കൂടെ സ്മൂത്ത് ആയിട്ട് പോകാം. അപ്പോൾ ഇതിനൊരു ഡ്യുവൽ ക്യാരക്ടർ നമ്മൾ ഡ്യൂക്ക് 200 പറഞ്ഞേക്കാട്ടിയും ഒരു ഡ്യുവൽ ക്യാരക്ടർ എടുത്ത് പ്രസൻറ്റ് ചെയ്യുന്ന ഇതിലോട്ടാണ്. ബിക്കോസ് ഒരു 6000 താഴെ ഇതൊരു നോർമൽ കമ്മ്യൂട്ടർ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു നമുക്കൊരു 60 ഗിയറിൽ വിട്ടിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് റൈഡ് ചെയ്യാം. ഒരു 6000 RPM മുകളിൽ വരുമ്പോൾ ഒരു മിനിയേച്ചർ ഡ്യൂക്ക് 390 ആ ഒരു ഫീൽ കിട്ടും, പെപ്പിനെസ്. ഓൾമോസ്റ്റ് 135 ഈസി ആയിട്ട് അച്ചീവ് ചെയ്യും, 150 ടോപ്പ് സ്പീഡ് അടിക്കുന്നുണ്ട്. പിന്നെ സർവീസ് അഫോർഡബിൾ ആണ് കമ്പയറിംഗ് ടു ബാക്കി എല്ലാ ബാരിലും. പിന്നെ ഇതൊരു വെൽ പാക്ഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഇറ്റ് ഹാസ് ഓൾ ദ വെൽസ് ആൻഡ് വിസിൽസ് ഓഫ് 390 ബട്ട് ഇറ്റ് ഡസൻറ്റ് കോസ്റ്റ് ദാറ്റ്. ഓക്കെ, കൂടാതെ തന്നെ നമുക്ക് സസ്പെൻഷൻ ഓബിയസ്ലി നമുക്ക് WP ആണ് സസ്പെൻഷൻ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. KTM ഓൾറെഡി ഫസ്റ്റ് വന്നപ്പോൾ തൊട്ടേ ഇപ്പോഴും WP-ൻ്റെ ആണ്, ഫ്രണ്ടും ബാക്കും WP-ൻ്റെ തന്നെയാണ് കൊടുക്കുന്നത്. ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ കയറിയിരിക്കുമ്പോൾ എത്രത്തോളം കംപ്രസ് ആവണമെന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഒരു മോട്ടർ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല, KTM-ൽ വൺ ഓഫ് ദ സ്മൂത്തസ്റ്റ് മോട്ടർ ഇൻ KTM. നല്ല റിഫൈൻഡ് ആണ്. ആ സിറ്റ് ഒരു ഹോണ്ട സിറ്റി എന്നൊരു ലെവലുണ്ട്, അതിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടർ KTM-നുണ്ടെങ്കിൽ ഇത് ഈ ഒരു എഞ്ചിനാണ്, ഈ ഒരു മോട്ടറാണ് വരുന്നത്. ഇറ്റ് ഈസ് സ്മൂത്ത്, സിൽക്കി സ്മൂത്ത്. ലോവർ റൈവ്സിലും അത്യാവശ്യം ഹാപ്പിയാണ്, ഹയർ റൈവ്സിലും ഇറ്റ് ഈസ് എൻ്റർടൈനിങ്, ഇറ്റ് ഈസ് എൻഗേജിങ്. അങ്ങനെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് പണ്ട് ഒരു 800-ന് മുകളിൽ 820-ക്ക് മുകളിൽ നമുക്ക് സീറ്റ് ആയിട്ടുള്ളൂ, ഇപ്പോൾ 800-ലോട്ട് വന്നിട്ടുണ്ട്. അത് മെയിൻലി ഇന്ത്യയെ ഫോക്കസ് ചെയ്ത് അവർ ഇന്ത്യക്ക് വേണ്ടി റീട്യൂൺ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ ഒരു എല്ലാവർക്കും ആക്സസ് ചെയ്യണം, എല്ലാ റൈഡേഴ്സിനും ആക്സസ് ചെയ്യണം. പിന്നെ വെയിറ്റ്, ലൈറ്റർ വെയിറ്റ് ആണ് വരുന്നത്. KTM ഈസ് ഓൾവേസ് നോൺ ഫോർ ലൈറ്റ് വെയിറ്റ്. ഇതും ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. സിറ്റിയിൽ മെനുവർ ഈസിയാണ്, എന്നാൽ കൈ എടുക്കുമ്പോൾ പെപ്പിയുമാണ്. അത് ആ ഒരു ക്യാരക്ടർ വരുന്ന മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഡ്യൂക്ക് 250. നമ്മുടെ TFT ഡിസ്പ്ലേ തന്നെയല്ലേ ഇത്? അതെ, നമുക്ക് ഇതിൽ 200-ൽ നിന്ന് സെയിം TFT ഡിസ്പ്ലേ ഇതിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഡിഫറൻസ് വരുന്നുണ്ട്, ഇതിൽ റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്, റൈഡിംഗ് മോഡ്സിൽ ആദ്യമായിട്ട് നമുക്ക് 2 മോഡ്, ഫസ്റ്റ് സ്ട്രീറ്റും ട്രാക്കും. സ്ട്രീറ്റിൽ നമുക്ക് മാറ്റം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 200-ൽ നമുക്ക് കേബിൾ വെച്ചാണ് ത്രോട്ടിൽ ഇൻപുട്ട് എടുക്കുന്നത്. ഇതിൽ കേബിൾ വരുന്നില്ല, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻപുട്ട് സെൻസർ വരുന്നുണ്ട്, ഒരു ഔട്ട്പുട്ട് സെൻസർ എഞ്ചിനിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻപുട്ട്, അതായത് നമ്മൾ ചെറിയൊരു ത്രോട്ടിൽ ടിസ്റ്റിലും ഫ്യൂലിംഗ് നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിസൈസ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ ചെറിയൊരു ഇൻപുട്ടിൽ ഇത് നല്ല രീതിയിൽ പെട്ടെന്നൊരു റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ അതിന് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തേക്കുന്നത്, ഈ ഒരു മോഡ്സ്. അതായത് സ്ട്രീറ്റിലിടുമ്പോൾ കുറച്ച് ലാഗായിരിക്കും, അതായത് നമുക്ക് സിറ്റി കമ്മ്യൂട്ട് ചെയ്യാൻ സ്ട്രീറ്റാണ് ബെറ്റർ. അപ്പോൾ വണ്ടി കുറച്ചും കൂടെ പയ്യെ ആക്സിലേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. നേരെ ഇതിൻ്റെ മോഡ് മാറ്റി നമ്മൾ ട്രാക്കിലിടുമ്പം ഡിസ്പ്ലേയിൽ തീം മാറും, ഒരു ബ്ലാക്ക് തീമിലോട്ട് വരും. കുറച്ചുകൂടെ അഗ്രസീവ് സ്റ്റാൻസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതും പിന്നെ ത്രോട്ടിൽ ഇൻപുട്ട് ഭയങ്കര പെപ്പി ആയിരിക്കും. എന്ന് വെച്ചാൽ വണ്ടി ചെറിയൊരു ഇൻപുട്ടിൽ തന്നെ പെട്ടെന്ന് സഡൻ ആക്സിലറേഷൻ കിട്ടും. ഇറ്റ് വിൽ ബി ക്വിക്കർ. അതുകൊണ്ടാണ് ഈ ഒരു എഞ്ചിനെ ഡാമിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 മോഡ്സ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് മോർ അഗ്രസീവ്. അതുകൊണ്ടാണ് അവർ ആ ഒരു സെറ്റിങ്സിലോട്ട് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് സിറ്റി കൊണ്ട് കിടക്കണം, എന്നാൽ ഫ്യൂൽ എഫിഷ്യൻസി എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 250 ആണ്, ഒബിയസ്ലി ഫ്യൂൽ എഫിഷ്യൻസി കുറയും. 200-ൻ്റെ അത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിസ് ക്യാൻ മാനേജ്. ഒരു 2 to 3 km/h കുറവാണെങ്കിലും ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ബട്ട് ഇറ്റ് ഓഫേഴ്സ് മച്ച് മോർ ദാൻ 200. അതുകൊണ്ടാണ് ഇത് ഏറ്റവും സെല്ലിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. പിന്നെ ഇതിനിപ്പോൾ ഒരു ഓഫർ റണ്ണിങ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും മാക്സിമം വരുന്നത്. കാരണം 3,13,000 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്. ഇപ്പം അവർ ഓഫറിൽ ഓൾമോസ്റ്റ് 2,88,000 വന്നിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ്. ആ ഒരു ഓഫർ കൂടെ ചേർത്ത് ഇപ്പം അത്യാവശ്യം KTM-ലെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് മോട്ടോർ സൈക്കിളായിട്ട് വന്നിട്ടുണ്ട് 250. ഇറ്റ് സേസ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വൈ ഇറ്റ് ഈസ് സെല്ലിംഗ്. അങ്ങനത്തെ ഒരു ഡിസൈനാണ്, നല്ല ഡിസൈനാണ്, നല്ല എവരിത്തിങ്. ഇതിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ ഇല്ല. ഈ ഒരു കാറ്റഗറി, ഈ ഒരു പ്രൈസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ബിഗർ എഞ്ചിൻസ് ഉള്ള മെഷീൻ ഉണ്ടാകും. ബട്ട് നെവർ ദിസ് പാക്കേജ് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ബൈക്ക് ഈസ് നെവർ അബൌട്ട് ദ എഞ്ചിൻ, ഇറ്റ് ഹാസ് ടു ബി എവരിത്തിങ്. അത് ഓൾ കവർ ചെയ്യുന്നൊരു മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഡ്യൂക്ക് 250. എല്ലാ പാരാമീറ്ററും ചെക്ക്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ഇറ്റ് ഈസ് ഷാർപ്പ്, ഇറ്റ് ഈസ് നിമ്പിൾ, ഇറ്റ് ഈസ് അജൈൽ, എവരിത്തിങ് ഇറ്റ് ക്യാൻ ഡു. Some other brands can't, that's it. ഇതാണ് ഡ്യൂക്ക് 250. അപ്പോൾ ഡ്യൂക്ക് 250-യുടെ എല്ലാ വിശേഷങ്ങളും നമ്മുടെ ബിപിൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ സാരഥി KTM കഴക്കൂട്ടത്തോട്ട് വന്നാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, വണ്ടിയുടെ വിശേഷങ്ങളും, വണ്ടി നിങ്ങൾക്ക് നോക്കാം, കാണാം, എല്ലാം ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല കിടിലം വണ്ടിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.